ശശി തരൂർ ബിജെപിയിലേക്കോ? നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ. ഉക്രൈനോടും റഷ്യയോടും ഒരേപോലെ സംസാരിക്കാൻ കഴിയുന്നതും രണ്ടുപേരെയും ഹഗ് ചെയ്യാൻ, എംബ്രേസ് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ നേതാവ് ശശി തരൂർ നരേന്ദ്രമോദിയാണെന്നാണ് സൂചിപ്പിച്ചത്. ശശി തരൂർ തുളസി ഗബാർഡ് US ഇന്റലിജൻസ് മേധാവി, രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയോടുള്ള ചിത്രവും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ 2 തവണയാണ് നരേന്ദ്രമോദിയെ ശശി തരൂർ പ്രശംസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം, മനോരമയും മാതൃഭൂമിയും ഫ്ലവേഴ്സ് ന്യൂസ് 24ഉം റിപ്പോർട്ടറും അടക്കം ഏഷ്യാനെറ്റും അടക്കം എല്ലാ മാധ്യമങ്ങളും വീണ്ടും ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, എന്ത് വെട്ടിലാക്കാനാണ്? നരേന്ദ്രമോദിക്ക് ഒരു മെച്ചമുണ്ട്. നരേന്ദ്രമോദി ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് നന്നായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നു. ശശി തരൂർ ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ചെയ്യേണ്ടത്. കുറച്ചുകൂടെ കുറത്തി പറഞ്ഞാൽ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത്, മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത് ഈ മധ്യവർത്തി നയങ്ങൾ എടുക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദിയെ എത്രയോ സന്ദർഭങ്ങളിൽ ശശി തരൂർ വിമർശിച്ചിരിക്കുന്നു. എന്നാൽ ശശി തരൂർ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇന്ത്യക്ക് കിട്ടുന്ന സ്ഥാനം ഹൈലൈറ്റ് ചെയ്യാൻ. ലോകത്തിൽ റഷ്യ ഒരു വശത്താണ്, ഉക്രൈൻ മറുവശത്താണ്. ഈ 2 ശക്തികളോടും അടുപ്പിച്ച് ദിവസങ്ങളിൽ കാണാനും ഒരേപോലെ ഹഗ് ചെയ്യാനും സ്വീകരിക്കാനും നരേന്ദ്രമോദിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ പ്രശംസിക്കുകയാണ്. അല്ലാതെ അതിന് ശശി തരൂർ BJP പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണ് ശശി തരൂരിനെ പോലുള്ള വിശ്വപൗരന്മാരെ ചെറിയ കള്ളികളിൽ മാത്രം ഇട്ട് കണ്ട നമ്മുടെ പ്രശ്നം. എതിരാളിയുടെ ഏതെങ്കിലും നല്ല ഗുണം ഒരാൾ പ്രശംസിച്ചു എന്ന് കഴിഞ്ഞാൽ അത് അയാളുടെ മോശമല്ല, അയാളുടെ മഹത്വമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ BJP-കാരനെ സ്ഥിരം ചീത്ത വിളിക്കണം, BJP-കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിങ്ങളെ സ്ഥിരം ചീത്ത വിളിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക CPM-കാരനാണെങ്കിൽ മറുഭാഗത്ത് വലതുപക്ഷക്കാരെ എല്ലാം കൂടെ ചീത്ത വിളിക്കണം എന്ന ആറ്റിറ്റ്യൂഡാണ്. വളരെ പ്രശ്നാധിഷ്ഠിതമായി ഇന്ത്യയുടെ നിലപാട് ശരിയാണെന്നും ശശി തരൂർ തന്നെ ആദ്യം എടുത്ത നിലപാട് തെറ്റിപ്പോയി, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയുടെ നല്ല തീരുമാനമാണെന്നും പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തത്? ശ്രീ ശശി തരൂരിനെ പോലുള്ളവർ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം, ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. ഒരാൾ എതിരാളിയാണെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവാൻ ചെയ്യണം. ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ചീത്തയെ വിളിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്താ അർത്ഥം? കൂടെ നിൽക്കുന്നത് നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും അത് ഫുള്ള് നല്ലത്, അപ്പുറത്ത് നിൽക്കുന്നത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഫുൾ ചീത്ത എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? തുളസി ഗബാർഡ്, അവർ ഹിന്ദു കൂടിയാണ്, ഇന്ത്യൻ റൂട്ട്സ് ഉള്ള വ്യക്തിയാണ്. അവരോടൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവ്. രാജ്യത്തിന്റെ നന്മ എവിടെയാണ്? ശശി തരൂറിന് വീണ്ടും കയ്യടി. ലോക ഡിപ്ലോമസിയിൽ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന നരേന്ദ്രമോദിക്കും കയ്യടി. ഇതേപോലെ എല്ലാവരുടെയും പോസിറ്റീവ്. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയെ പ്രകീർത്തിച്ച് ഗംഭീരമായ പ്രസംഗം നടത്തുമ്പോൾ അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് അന്താരാഷ്ട്ര വേദിയിൽ കിട്ടുന്ന സ്വീകാര്യത, ശശി തരൂർ എന്ന വിശ്വപൗരൻ, സുരേഷ് ഗോപിയുടെ നന്മ, എതിരുള്ള അഭിപ്രായങ്ങൾ പലർക്കും കാണും. പക്ഷേ നന്മയെ നന്മയായി കാണുക, രാഷ്ട്രീയ തിമിരം ബാധിക്കാതിരിക്കുക, അതാണ് രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അളവുകോൽ.